ഓഗസ്റ്റ് മാസം 12-ാം തീയതി ഇതുവരെയും നമ്മളെ ജയത്തോടെ കർത്താവ് നിലനിർത്തിയല്ലോ. ഈ മാസം കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മന്ത് ഓഫ് വണ്ടേഴ്സ് ആൻഡ് മിറാക്കിൾസ് എന്നാണ്. ആമേൻ, സ്തോത്രം. അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യമാക്കുവാൻ അവിടുത്തെ കരം നീട്ടുന്നതിനാൽ. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 30-ാം വാക്യം ഈ മാസത്തെ നമ്മുടെ പ്രോമിസ് വേർഡാണല്ലോ. സൗഖ്യമാക്കുവാൻ അവിടുത്തെ കരം നീട്ടുന്നതിനാൽ, അവിടുത്തെ പരിശുദ്ധദാസനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപയെ നൽകണമേ. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ കൈ നമുക്ക് വേണ്ടി നീട്ടിയിരിക്കുന്ന, ആയതിനാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുന്ന വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിക്കുമാറാക്കുന്ന ദിനങ്ങളായിരിക്കും ഈ വരുന്ന ദിനങ്ങൾ. പ്രാർത്ഥനയോടെ തിരുപാദാന്തികയായിരിക്കുമ്പോൾ ഇന്നത്തെ ഈ മോർണിംഗ് ഡിവോഷനായി എൻ്റെ ഉള്ളിൽ കർത്താവ് തന്ന ദൈവിക ചിന്ത 118-ാം സങ്കീർത്തനത്തിനകത്തു നിന്നുമാണ്. 118-ാം സങ്കീർത്തനം അതിൻ്റെ 21-ാം വാക്യമാണ്. ഇത് ചിലരോടുള്ള പ്രവചന ദൂതാണ്. 118-ാം സങ്കീർത്തനം 24-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 21-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നീ എനിക്ക് ഉത്തരമരുളി എൻ്റെ രക്ഷയായി തീർന്നിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ഒരിക്കൽ കൂടെ ആ വാക്യം പറഞ്ഞ്, നീ എനിക്ക് ഉത്തരമരുളി എൻ്റെ രക്ഷയായി തീർന്നിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. അതെ, നമുക്ക് ഉത്തരമരുളി നമ്മുടെ രക്ഷയായി തീരുന്ന ആമേ ദൈവം ഇന്ന് പ്രാർത്ഥനയോടെ, ഇന്നലകളിൽ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ഒരു ദൈവിക മറുപടിക്കായി, ദൈവിക വിടുതലിനായി, ഒരു ദൈവിക കരം, ഒരു ദൈവിക പ്രവൃത്തി കാണാൻ, ദൈവത്തിൻ്റെ ഒരു അത്ഭുതം കാണാൻ, ആമേൻ, എൻ്റെ ജീവിതത്തിൽ ദൈവത്താൽ ഇത് സംഭവിച്ചു എന്ന് പറയത്തക്ക രീതിയിൽ ഒരു സാക്ഷ്യം പറയാൻ, ആമേൻ, കേട്ട വാഗ്ദത്തങ്ങളുടെ മേൽ ആമേൻ പ്രാർത്ഥനയോടെ ആയിരുന്ന ദൈവത്തിൻ്റെ പൈതല്, ആമേൻ, സ്തോത്രം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്ന ദൈവിക ദൂത്, കർത്താവ് നമ്മളോട് കൈമാറുന്ന ദൈവിക ആലോചന, ആമേൻ, നീ എനിക്ക് ഉത്തരമരുളി. സങ്കീർത്തനക്കാരൻ പറയുക, എനിക്ക് ഉത്തരമരുളി. ആമേൻ, സ്തോത്രം. ആമേൻ, ഉത്തരമരുളുന്ന നമ്മുടെ പ്രാർത്ഥനയ്ക്ക്, നമ്മുടെ യാചനകൾക്ക് ആമേൻ ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് ഉത്തരമില്ലയോ, എനിക്ക് മറുപടിയില്ലയോ, എൻ്റെ പ്രാർത്ഥനകൾക്ക് ആമേൻ ഉത്തരമില്ലയോ, മറുപടിയില്ലയോ, എപ്പോൾ, എന്ന്, ആമേൻ, എങ്ങനെ, ആമേൻ, എത്രത്തോളം ഞാൻ ഉള്ളിൽ വിചാരം പിടിച്ച് ആമേൻ ദിവസം പ്രതി ഞാൻ ദുഃഖം അനുഭവിക്കേണ്ടി വരും, ആമേൻ, എന്നൊക്കെ ആമേൻ എന്നാണ് ഒരു പ്രവൃത്തി കാണാൻ കഴിയുന്നത്. ആമേൻ, എൻ്റെ ആമേൻ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, ആമേൻ വൈരികൾ, ആമേൻ അത് ആയതിൻ്റെ നടുവിൽ കർത്താവേ നീ എഴുന്നേൽക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ദൈവത്തിൻ്റെ പൈതലേ, ആമേൻ, ഈ ദിവസങ്ങൾ, ആമേൻ, ഇന്ന് എന്ന ദിവസം, ഈ വരുന്ന മുമ്പോട്ടുള്ള ദിവസങ്ങൾ, ആമേൻ, ഇന്നലകളിൽ കർത്താവേ ആമേൻ ഉത്തരമരുളണമേ, ആമേൻ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. എൻ്റെ തലമുറയുടെ വിഷയമാകട്ടെ, ജോലിയുടെ വിഷയമാകട്ടെ, പ്രമോഷനാകട്ടെ, കിട്ടേണ്ട നന്മകൾക്കകത്തുള്ള തടസ്സങ്ങളാകട്ടെ, ആമേൻ, സ്തോത്രം. ഈ ദിവസങ്ങളിൽ ആമേൻ നീ എഴുന്നേറ്റ് ഇനി ഉത്തരമരുളണേ എന്ന് ഇന്നലകളിൽ ആമേൻ പറഞ്ഞ ആ വാക്കുകൾ, പ്രാർത്ഥനകളുടെ ആമേൻ സ്തോത്രം അപ്പുറത്ത് ആമേൻ ഈ ദിനങ്ങൾ നീ എഴുന്നേറ്റ് അവൻ എനിക്ക് ഉത്തരമരുളി, നീ എനിക്ക് ഉത്തരമരുളി എൻ്റെ രക്ഷയായി തീർന്നു എന്ന് പറയുമാറ് പരിശുദ്ധാത്മാവ് ചില നാവുകളെ, ചില കുടുംബങ്ങളെ, ചില വ്യക്തികളെ അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് കർത്താവ് നയിക്കാൻ പോവുകയാണ്. ഹന്ന ആലയത്തിലേക്ക് ഓടി വന്നു. അവൾ ഓടി വന്നത് ദൈവത്തോട് അപേക്ഷിക്കാനാണ്, യാചന കഴിക്കാനാണ്. നിന്ദകളുടെ, കുത്തുവാക്കുകളുടെ, പ്രതിയോഗിയുടെ, പ്രതിസന്ധികളുടെ നടുവിൽ നീ എനിക്ക് ഉത്തരമരുളണേ, നീ എൻ്റെ കണ്ണുനീർ കാണാതെ പോകരുതേ, എൻ്റെ പ്രതിയോഗി എന്നെ വിഷമിപ്പിക്കുന്നതും മുഷിപ്പിക്കുന്നതും, എൻ്റെ ജീവിതത്തിൽ ആമേ പ്രതിസന്ധികൾ വർദ്ധിച്ചു വരുന്നതും നീ കാണാതെ പോകരുതേ എന്ന് ശബ്ദമുയർത്തി ഒന്ന് നിലവിളിച്ച് പറയാൻ പോലും കഴിയാതെ ഉള്ളത്തിൽ തൻ്റെ ഭാരം ഒതുക്കി ചുണ്ടുകൾ മാത്രം ശബ്ദിച്ച് ഒന്ന് അനക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവൾ
അവൾ വളരെ ദുഃഖത്തോടും ഭാരത്തോടും ആ ദൈവസന്നിധാനത്തിങ്കൽ വന്നത്. കർത്താവേ, എനിക്ക് നീ ഒരു ഉത്തരവരുളണമേ. എത്ര നാൾ ഞാൻ എൻ്റെ ഉള്ളിൽ ദുഃഖം അനുഭവിച്ച് നിന്റെ ദൈവം എന്ത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കേട്ട് എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും, എത്രത്തോളം ഞാൻ ഉള്ളിൽ വിചാരം പിടിച്ച് വിഷമത്തോടെ നടക്കേണ്ടി വരും. നീ എൻ്റെ ദൈവമല്ലേ, നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയില്ലേ എന്നൊക്കെയുള്ള ചോദ്യവുമായിട്ടാ 1-ാം അധ്യായത്തിൽ ഹന്ന വന്നത്. എന്നാൽ 2-ാം അധ്യായത്തിൽ ഈ ചോദ്യവുമായിട്ടല്ല, ഉത്തരവരളണേ എന്നുള്ള ചോദ്യമായിട്ടല്ല ഹന്ന ഇരിക്കുന്നത്. 2-ാം അധ്യായത്തിൽ അവൾ പറയുന്നത്, നീ എനിക്ക് ഉത്തരമരുളി എൻ്റെ രക്ഷയായി തീർന്നു, എൻ്റെ രക്ഷയായി തീർന്നു, എൻ്റെ രക്ഷയായി തീർന്നു. കർത്താവ് ഇതുപോലെ ചിലരുടെ ജീവിതത്തിൻ്റെ സെനാരിയോകൾ ഇതുപോലെ മാറ്റാൻ പോവുകയാണ്. ഇന്നലകളിൽ ഭാരപ്പെട്ട വിഷമിച്ച പ്രതിസന്ധികളുടെ, പ്രതികൂലങ്ങളുടെ, ഭാരങ്ങളുടെ, ഒറ്റപ്പെടലുകളുടെ ഒക്കെ അവസ്ഥകൾക്കകത്ത് നാം കഴിച്ച നമ്മുടെ പ്രാർത്ഥനകളും നാം ദൈവസന്നിധിയിൽ എടുത്ത നമ്മുടെ ചില തീരുമാനങ്ങളും ഓത്തുകളും ആയതിൻ്റെയൊക്കെ അപ്പുറത്ത് ഇന്നേ എന്ന ദിവസം, ഈ വരുന്ന ദിവസങ്ങൾ നീ എനിക്ക് ഉത്തരമരുളി എൻ്റെ രക്ഷയായി തീർന്നു എന്ന് സാക്ഷ്യം പറയുമാറ് ചിലരുടെ ജീവിതത്തെ, അവരുടെ അവസ്ഥകളെ, അവരുടെ സാഹചര്യങ്ങളെ പരിശുദ്ധാത്മാവ് മാറ്റാൻ പോവുകയാണ്. അത് നമ്മുടെ ആത്മീക മണ്ഡലങ്ങൾ, വിഷയങ്ങളാകട്ടെ, അത് നമ്മുടെ ഭൗതിക ഏതെങ്കിലും വിഷയങ്ങളാകട്ടെ, തലമുറയോടുള്ളതാകട്ടെ, ജോലി മേഖലകളാകട്ടെ, അനാരോഗ്യത്തിൻ്റെ ഏതെങ്കിലും അവസ്ഥകളാകട്ടെ, ഉത്തരമരുളി നീ എനിക്ക്, നമ്മുടെ ഈ ചങ്കത്ത് നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, നീ എനിക്ക് ഉത്തരമരുളി, നീ എനിക്ക് ഉത്തരമരുളി. നമ്മൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ഇവരുടെ ഒക്കെ നമ്മൾ ഓരോ സാക്ഷ്യം കേൾക്കുന്നുണ്ടാകാം. അവർക്ക് ദൈവം പ്രവർത്തിച്ചത്, ഇവർക്ക് പ്രവർത്തിച്ചത്. ഇന്ന് പകൽ ഈ വചനം വിശ്വസിക്കുക, ക്ലെയിം ചെയ്യുക. നീ എനിക്കുത്തരമരുളി, എനിക്കുത്തരമരുളി. എൻ്റെ വിഷയത്തിൽ എൻ്റെ കണ്ണുനീർ കണ്ട്, എൻ്റെ നിലവിളി കേട്ട് എനിക്കുത്തരമരുളി എൻ്റെ രക്ഷയായി തീർന്നു. ഹല്ലേലൂയ. നമുക്ക് ഉത്തരമരുളി നമ്മുടെ രക്ഷയായി തീരുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നീ എനിക്ക് ഉത്തരമരുളി എൻ്റെ രക്ഷയായി തീർന്നിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ഈ പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? കർത്താവ് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും രോഗത്തിൻ്റെ അവസ്ഥയാണോ, ഏതെങ്കിലും ക്ഷീണത്തിൻ്റെ അവസ്ഥയാണോ, ഏതെങ്കിലും കടഭാരമാണോ, നിരാശയാണോ, കർത്താവ് ഉത്തരമരുളി നിനക്ക് രക്ഷയായി തീരാൻ പോവുക. ആമേൻ, സ്തോത്രം. പാപത്തിന്റെ പടുക്കൂറ്റിൽ കടന്ന നമ്മളെ രക്ഷിപ്പാനാ യേശു കർത്താവ് സ്വർലോകം വിട്ടുവന്നത്. അവൻ നമുക്ക് രക്ഷയായി തീർന്നു. നമ്മുടെ പാപത്തിൽ നിന്നുള്ള നമ്മുടെ രക്ഷകനായി അവൻ തീർന്നു. കേവലം പാപത്തിൽ നിന്നുള്ള നമ്മളുടെ ഒരു രക്ഷയായി മാത്രമല്ല, ആമേൻ, സ്തോത്രം. നിന്റെ ജീവിതത്തിന്റെ ഏതൊക്കെ ക്വസ്റ്റ്യൻ മാർക്കുകൾ നിനക്കുണ്ടോ അവിടെയെല്ലാം നിനക്ക് രക്ഷയായി തീരുന്ന ഒരു സ്വർഗീയ പിതാവ് യേശു അപ്പ, അവൻ നിനക്ക് ഉത്തരമരുളി രക്ഷയായി തീരുന്ന ദൈവമാണ്. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഇന്ന് പകൽ അങ്ങ് തന്ന വചനത്തിനായി സ്തോത്രം. നീ എനിക്ക് ഉത്തരമരുളി എൻ്റെ രക്ഷയായി തീർന്നു എന്ന് ഈ ആഴ്ചയിൽ സാക്ഷ്യം പറയുമാറ്, ഈ ദിവസങ്ങൾ സാക്ഷ്യം പറയുമാറ്, ഇന്ന് എന്ന ദിനത്തിൽ സാക്ഷ്യം പറയുമാറ് നിന്റെ ജനത്തിൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ പൊൻചെങ്കോൽ, ആ വലത്ത് കരം അങ്ങ് നീട്ടുന്നതിനാൽ സ്തോത്രം. ആ വലത്ത് കരം നീട്ടുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകും. ആ വലത്ത് കരം നീട്ടി ഇവർക്ക് രക്ഷയായി തീർന്നിരിക്കിയാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നീ എനിക്ക് ഉത്തരമരുളി എന്ന സാക്ഷ്യം പറയുവാൻ ഓരോ നാവുകളെയും ബലപ്പെടുത്തിയാൽ നന്ദി. പ്രാർത്ഥനയും യാചനയും കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുന്നു, കൃപ തോന്നി കേൾക്കണം പിതാവേ. ആമേൻ.